Hi friends, LINI'S food cornerലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷമാം ജ്യൂസ് ആണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഈ ഫ്രൂട്ടിന് മസ്ക് മെലണെന്നും അതുപോലെ തന്നെ ഹണി മെലണെന്നും ഒക്കെ പല പേരിലാണ് അറിയപ്പെടുന്നത്. വളരെ ഗുണങ്ങളും അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമുള്ള ഒരു ഫ്രൂട്ടാണിത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഷമാം ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഒരു ഷമാമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് മുറിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം സെൻറ്റർ രണ്ട് മുറിക്കരുത്. ഒരു സൈഡിലേക്ക് ഒരു പാർട്ട് കൂടുതലും മറ്റേ പാർട്ട് കുറച്ച് കുറവായിട്ട് നമ്മൾ മുറിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനുള്ളിലെ ആ സീഡൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടി നമ്മളൊരു ചെറിയ കത്തി എടുക്കുക. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ആ സീഡൊക്കെ ഒന്ന് എടുത്തു കളയാം. നമുക്കത് സ്പൂൺ വെച്ച് എടുത്ത് മാറ്റാം. ഇത് വളരെ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ്. ഈ സീഡ് നമുക്ക് നമ്മുടെ എല്ലുകൾക്കൊക്കെ വളരെ സ്ട്രോങ് ആയി കിട്ടാൻ വേണ്ടി നമ്മളിത് കഴിക്കണം, നല്ലതാണ്. ഇത് വറുത്ത് കഴിക്കാം, അതല്ലെങ്കിൽ കുതിർത്ത് നമുക്കത് പൊളിച്ച് അതിൻ്റെ ആ ഒരു തോടുണ്ടല്ലോ അതൊക്കെ പൊളിച്ച് കളഞ്ഞ് കഴിക്കാം. വളരെ ഗുണമുള്ളതാണ് ഈ സീഡ് കളയരുത്. അതുപോലെ തന്നെ വളരെ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ BP ഒക്കെ കുറയ്ക്കാനും അതുപോലെ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതകളൊക്കെ കുറയ്ക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ്. മാത്രമല്ല വളരെയേറെ ഗുണങ്ങളുണ്ട് ഇതിന്. ഇതുപോലെ നമുക്ക് സ്പൂൺ വെച്ച് ശരിക്കും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ചെറിയൊരു കത്തി വെച്ചോ അതല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് ചെറുതാക്കി ആക്കി കൊടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ മറ്റു പാട്ടിലെ ഉള്ളിലുള്ള ആ ഒരു പൾപ്പും കൂടി നമുക്കിതിലേക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാം. ഒരു കത്തി വെച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കിട്ടും. ഇത് മൊത്തത്തിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല മധുരമുണ്ട്. എന്നാലും കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി മധുരം ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2 സ്പൂണും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തലേദിവസം തന്നെ ഈ ഷമാം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ റെഡിയാക്കി എടുക്കണം. അതാണ് എപ്പോഴും നല്ല ടേസ്റ്റായിട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ തേനൊന്നും ഒഴിക്കണമെന്നില്ല, അല്ലാതെ തന്നെ വളരെ ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓപ്ഷനിലാണ്.
ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ദാഹവും വിശപ്പും ഒക്കെ മാറും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി ഇതിൽ നിന്ന് കിട്ടും. വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മാത്രമല്ല നിങ്ങളുടെ കമൻസും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.